അപ്പോൾ നമ്മളിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ചിക്കൻ വിഭവമാണ് ഉണ്ടാകുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ വിഭവം, ഹരിയാലി ചിക്കൻ. ചട്ടി അടുപ്പിൽ വെച്ചു. ചൂടായ ചട്ടിയിലേക്ക് ഒരു 3 സ്പൂൺ എണ്ണ, നിങ്ങൾക്ക് എന്ത് എണ്ണ ഉപയോഗിക്കാം. ഈ വെളിച്ചെണ്ണ വരാൻ നമുക്ക് ഉപയോഗിക്കാം. നെയ്യാണെങ്കിൽ കുറച്ചുകൂടി സ്വാദം. അത് ചൂടായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 സ്പൂൺ കടുക്, കടുക് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ഇഞ്ച് ഒക്കെ നീളമുള്ള ഇഞ്ചി, അത്രയും ഇടുക. അതിൻ്റെ ഒരു റോസ്റ്റ് ടേസ്റ്റ് മാറുന്നതിനായിട്ട് ഒന്ന് ഇളക്കുക. അധികം നേരം ഇളക്കണ്ട, 2-3 സെക്കൻഡ് നേരം ഇളക്കിയാൽ മതി. അതിലേക്ക് ഒരു മീഡിയം സവോള അരിഞ്ഞത് അതിനകത്തേക്ക് ഇടാം. ഉള്ളി നന്നായി വഴഞ്ഞു വരണം. ഉള്ളി വഴഞ്ഞു വന്നതിന് ശേഷം ഉള്ളി മൂത്ത് നിറം മാറി ഒരു ഗോൾഡൻ കളറിലേക്കായി ഈ ഒരു പൊസിഷനിൽ 1 സ്പൂണ് മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഇട്ട ശേഷം ഒന്ന് ഇളക്കുക. മല്ലിപ്പൊടി നന്നായി മൂത്ത് വരണം. അതൊന്ന് ഇളക്കിയ ശേഷം 1 സ്പൂണ് ഉപ്പ്, ഇത്രയും ഇട്ട ശേഷം ഇതിലേക്ക് ചിക്കൻ. ഞാനിവിടെ തോലോട് കൂടിയ ചിക്കനാണ് ഉപയോഗിക്കുന്നത്. തോലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തോലുണ്ടെങ്കിലാണ് ഗുണം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫാറ്റ് ഉണ്ടാകും, അതുകൊണ്ട് തന്നെ കറിക്കൊരു ചെറിയ കൊഴുപ്പുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്ന് വെളുത്ത് വരണം. ശരിക്കും പറഞ്ഞാൽ അതാണ് ഒന്ന് വെള്ള നിറത്തിലേക്കാണ്. ഇപ്പോഴുള്ള ഈ ചിക്കൻ്റെ കളർ മാറിയിട്ട് നല്ല വെളുത്ത നിറത്തിലേക്ക് വരും. അതുവരെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കും. ഇപ്പോൾ ചിക്കൻ അല്പം വെള്ള നിറത്തിലേക്ക് വന്നു. ഈ സമയത്ത് ഇതിലേക്ക് കുരുമുളകും 2 തരം ജീരകവും കൂടി ചതച്ചത് ഇതിനകത്തേക്ക് ഇടും. കുരുമുളകും 2 തരം ജീരകം, നല്ല ജീരകം, തിരിജീരകവും അതുപോലെ നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഇടുന്ന ജീരകം, അതും ചെറിയ ജീരകം, അതും കുരുമുളകും കൂടിയിട്ട് പൊടിച്ച് ഇതിലേക്ക് ചേർക്കും.
അതിൻ്റെ ഒപ്പം അതിനോടൊപ്പം ഒരു ഏറ്റിൽ വേപ്പില നമ്മൾ ഇളക്കി വീണ്ടും 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് ഉപയോഗിക്കും. ഓക്കെ, നേരമൊന്നും വേണ്ട, കുറച്ച് നേരം. ഇതൊരു 2 മിനിറ്റ് വെന്ത് കഴിഞ്ഞു. വെള്ളമൊക്കെ ഇറങ്ങും, തുറക്കുമ്പോൾ നല്ല ഒരു സ്മെല്ല് വരും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കും. ഇതാണ് ഇതിലെ മെയിൻ താരം. പുതിനയില, മല്ലിയില, പച്ചമുളക്, ചെറിയ ഉള്ളി, അതിനൊപ്പം അല്പം ഉപ്പ് കൂടി ചേർത്ത് അധികം വെള്ളം ചേർക്കാതെ അരച്ചതാണ് ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്. പച്ച നിറത്തിലാണ് ഈ മസാല ഉണ്ടാവുക. ഇതിൽ അല്പം പുതിനയില ഉണ്ടാവും, മല്ലിയില ഉണ്ടാവും, പച്ചമുളക് ഉണ്ടാവും, ഒരു 4-5 ചെറിയ ഉള്ളി കൂടി ഉണ്ട്. ഇത്രയുമുള്ള മസാല ചേർത്തത് നന്നായി ഒന്ന് ഇളക്കുക. ഈ പച്ച നിറം ചിക്കൻ്റെ മുകളിൽ പിടിക്കണം. ചില ആൾക്കാർ ഇതിൻ്റെ കൂടെ ഈ സമയത്ത് യോഗട്ട്, അതുപോലെ കാഷ്യൂനട്ട് അരച്ചത്, ഇതൊക്കെ ചേർക്കും. രണ്ടും ഞാനിപ്പോൾ ചേർക്കുന്നില്ല, രണ്ടും നല്ല കാര്യമാണ്. ഞാൻ യോഗട്ടിന് പകരം ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. അണ്ടിപ്പരിപ്പിന് കാഷ്യൂനട്ട് അരച്ചതിന് പകരമായിട്ട് ഞാൻ ഒന്നും ചേർക്കുന്നില്ല. അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് ഉണ്ടാകുക. ഇത്രയും ചേർത്ത് വെച്ചതിന് ശേഷം അതൊന്ന് സെറ്റ് ആവാനായിട്ട് അടച്ചു. അതൊന്ന് തിളച്ച് ഒന്ന് സെറ്റായ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി എങ്ങനെ വേണമെങ്കിലും അരിയാം. ഞാനിവിടെ നീളത്തിലായിരുന്നെങ്കിൽ ചെറിയ വലിയ കഷ്ണങ്ങളായിട്ട് നിങ്ങൾക്ക് ക്യൂബ് വരെയും അരിയാം. തക്കാളി വെന്തൊടിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട. അതിനുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നമുക്കതിൻ്റെ ആവശ്യം അതൊരു കളറിന് വേണ്ടി, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അപ്പം അതൊന്ന് അതിലേക്ക് ചേർത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വയ്ക്കും. ആ ചിക്കൻ ഒന്ന് വെന്ത് വരണം. 5 മിനിറ്റിൽ ഒരു 2 മിനിറ്റ് നമ്മൾ അടച്ചു വയ്ക്കും. അപ്പം അത് തിളച്ചു വന്നു, നല്ല വെള്ളമൊക്കെ ഇറങ്ങി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു തുടങ്ങി. തക്കാളി അധികം മുടഞ്ഞിട്ടില്ല. ഈ ഒരു പൊസിഷനിൽ 1 കപ്പ് തേങ്ങാപ്പാൽ. ഇതിന് പകരം ഈ തക്കാളി ഇടുന്നതിന് മുമ്പ് ഒരു 2 സ്പൂണ് നമുക്ക് യോഗട്ട് വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ അതിന് പകരമാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. യോഗട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അല്പം മധുരവും പുളിയുമുള്ള ഒരു കറി നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ആ പുളി കുറവായിരിക്കും, കൂടുതൽ നിൽക്കുക തേങ്ങാപ്പാലിൻ്റെ ഒരു മധുരമാണ് കൂടി നിൽക്കുക. ഓക്കെ, നന്നായി ഇളക്കുക. ചിക്കനൊക്കെ ആ തേങ്ങാപ്പാലിൽ മുങ്ങിക്കിടക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കാം. ഇനി തിളയ്ക്കാനായിട്ട് അടച്ചു പോയി. അത് തിളച്ചു വന്നു. ഒന്ന് ഇളക്കുക. ഇതിനൊരു കറുപ്പ് കലർന്ന
പച്ച കളറായിരിക്കും. ഇതിനുള്ള കുരുമുളകിൻ്റെ കളറും മല്ലിയിലയുടെയും പുതിനയുടെയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കളറാണ് വരിക. അതുപോലെ തന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിനയുടെ ടേസ്റ്റാണ് കുറച്ച് കൂടി നിൽക്കുക. പുതിനയിലും പല്ലും കൂടിയിട്ടുള്ള ടേസ്റ്റാണ് കൂടി നിൽക്കുക. അപ്പോൾ ഇത്രയാണ് ഹരിയാലി ചിക്കൻ ഉണ്ടാക്കാനുള്ള എളുപ്പ വഴി. ഞാൻ പറഞ്ഞു ഇതിൽ അണ്ടിപ്പരിപ്പും അരച്ച് ചേർക്കുന്ന മാർഗങ്ങളുണ്ട്. അതിന് കുറച്ചുകൂടി പോഷായി. അതല്ല ലളിതമായിട്ട് ചെയ്യണമെങ്കിൽ ഇതാണ് വഴി.